കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു സ്വദേശത്ത് വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു. അവർ വിസ്മയഭരിതരായി ചോദിച്ചു, ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ? മറിയമല്ലേ ഇവൻ്റെ അമ്മ? യാക്കോബ്, യോസഫ്, ശിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ? ഇവൻ്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. പിന്നെ ഇവൻ ഇതെല്ലാം എവിടെ നിന്ന്? അവർക്ക് അവനിൽ ഇടർച്ചയുണ്ടായി. യേശു അവരോട് പറഞ്ഞു, പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല. അവരുടെ അവിശ്വാസ നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരവസരത്തിൽ അല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ തിരസ്കരണം അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും. മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെടുക അല്ലെങ്കിൽ റിജക്ഷൻ ഫീലിംഗ് വളരെ വേദനാജനകമായ ഒരു വികാരമാണ്, ഫീലിംഗാണ് റിജക്ഷൻ ഫീലിംഗ്. ജീവിത പങ്കാളിയിൽ നിന്നായിരിക്കാം, കുടുംബാംഗങ്ങളിൽ നിന്നായിരിക്കാം, മക്കളിൽ നിന്നായിരിക്കാം, സഹപ്രവർത്തകരിൽ നിന്നായിരിക്കാം, നമ്മൾ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നവരിൽ നിന്നായിരിക്കാം. ഈ തിരസ്കരണം അല്ലെങ്കിൽ റിജക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ തളർന്നു പോകാറുണ്ട്. അതുപോലെയുള്ള ഒരു സാഹചര്യമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക. ഈശോ തിരസ്കരിക്കപ്പെടുകയാണ്. സ്വന്തം നാട്ടിൽ, സ്വന്തം ഗ്രാമത്തിൽ തിരസ്കരിക്കപ്പെടുകയാണ്. എങ്ങനെയാണ് ഈശോ ഈ തിരസ്കരണത്തെ നേരിട്ടത്? സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ചിലരൊക്കെ ഈശോയെ സ്വീകരിക്കുന്നു, ഈശോയുടെ വാക്കുകൾ, വചനങ്ങൾ വിശ്വസിക്കുന്നു, അതെല്ലാം ഉൾക്കൊള്ളുന്നു, അവർ മാനസാന്തര അനുഭവത്തിലേക്ക് വരുന്നു, അവർ ഈശോയെ രക്ഷകനായി സ്വീകരിക്കുന്നു, ഈശോയെ അവർ അവരുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു. അങ്ങനെ ഈശോയെ സ്വീകരിക്കുന്ന പലരെയും കാണാൻ സാധിക്കും. എന്നാൽ മറ്റു ചിലരുണ്ട്, ഈശോയുടെ പ്രഘോഷണങ്ങളൊക്കെ കേട്ടിട്ടും യാതൊരു വ്യത്യാസവുമില്ല. അവർക്ക് അംഗീകരിക്കുവാൻ സാധിക്കുന്നില്ല, ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല. അതുതന്നെയല്ല, അവർ തിരസ്കരിക്കുക കൂടെ ചെയ്യുന്നു. ഒരുപക്ഷെ ഇത് നമുക്ക് കാണുവാൻ സാധിക്കും. വിതക്കാരൻ്റെ ഉപമയിൽ ഈശോ പറയുന്നുണ്ട്, വിത്ത് വഴിയരികിൽ വീഴുന്നു, പാറമേൽ വീഴുന്നു, മുൾച്ചെടികളുടെ ഇടയിൽ വീഴുന്നു, അതിന് വളരുവാൻ സാധിക്കുന്നില്ല. എന്നാൽ നല്ല നിലത്ത് വീഴുന്ന വിത്താണ് വളർന്ന് പന്തലിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണോ, എത്രമാത്രം എളിമയും അനുതാപവുമുള്ള ഹൃദയമാണോ, എത്രമാത്രം ദൈവത്തെ അന്വേഷിക്കുന്ന ഹൃദയമാണോ, അങ്ങനെയുള്ള ഹൃദയങ്ങളിലാണ് യേശു കടന്നു വരിക. വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കും, ഇവർ ഈശോയെ തിരസ്കരിക്കുന്നതിന് കാരണം എന്താണ്? ഈശോയുടെ കുടുംബ പശ്ചാത്തലം. ഇവൻ തച്ചൻ്റെ മകനല്ലേ, മറിയമല്ലേ ഇവൻ്റെ അമ്മ. ആ കുടുംബ പശ്ചാത്തലം വെച്ചുകൊണ്ട് തിരസ്കരിക്കുകയാണ്. സഹോദരന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട്, ഇവരൊക്കെയല്ലേ ഇവരുടെ സഹോദരങ്ങൾ, അതിൻ്റെ പേരിൽ തിരസ്കരിക്കുകയാണ്. അപ്പോൾ നമുക്കിന്നും കാണുവാൻ സാധിക്കും, കുടുംബ പശ്ചാത്തലത്തിൻ്റെ പേരിൽ, മാതാപിതാക്കളുടെ പേരിൽ, അല്ലെങ്കിൽ കുടുംബത്തിലെ അവസ്ഥയുടെ പേരിൽ തിരസ്കരണങ്ങൾ ഇന്നും നടക്കുന്നുണ്ട്. എന്നാൽ ഈശോയുടെ റെസ്പോൺസ് എന്തായിരുന്നു? മറ്റുള്ളവർ തന്നെ തിരസ്കരിച്ചത് കൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യത്തിന് യാതൊരു കുറവും വരുത്തിയില്ല. ഈശോ ധൈര്യപൂർവം പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന അംഗീകാരമോ സ്നേഹമോ അല്ല എന്നെ ഞാനാക്കുന്നത്. മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന നല്ല വാക്കുകളോ അവരുടെ പുകഴ്ത്തലുകളോ അല്ല എൻ്റെ യഥാർത്ഥ വില. എൻ്റെ മൂല്യം അത് ദൈവത്തിൽ നിന്ന് മാത്രമാണ് എന്നുള്ള ആ ഒരു വിശ്വാസം, അതായിരിക്കണം നമ്മുടെ വിശ്വാസം. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്തൊക്കെ പറയുന്നു, എന്തൊക്കെ ചിന്തിക്കുന്നു, അതിന് നമ്മൾ വലിയ ഊന്നൽ കൊടുക്കേണ്ട കാര്യമില്ല. മറിച്ച് എൻ്റെ ദൈവം എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, എൻ്റെ ദൈവം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു, അതിനായിരിക്കണം നമ്മൾ ഏറ്റവും വില കൊടുക്കേണ്ടത്. ദൈവം നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും പറയുന്നത് എന്താണ്? എൻ്റെ പ്രിയപ്പെട്ട മകനാണ് നീ,
എൻ്റെ പ്രിയപ്പെട്ട മകളാണ് നീ. ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് വലിയ വിലയുണ്ട്. സ്നേഹപിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ വലിയ വിലയുള്ളവരാണ്. ആ വില ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടുകയില്ല. എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ അധപതിച്ചു പോയാലും, എത്രമാത്രം നമ്മൾ പാപത്തിൽ വീണുപോയാലും, എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ വിലയ്ക്ക് ഒരല്പം പോലും പോറൽ ഉണ്ടായിട്ടില്ല. ആ സത്യം നമ്മൾ തിരിച്ചറിയണം. എൻ്റെ ദൈവത്തിൻ്റെ ഓമനപുത്രനാണ്, ഓമനപുത്രിയാണ് ഞാൻ. അത് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല എന്നുള്ള ആ സത്യം, അത് പറയുവാനാണ് ഈശോ വന്നത്. ഈ ലോകത്തിലേക്ക് സുവിശേഷമായി ഈശോ വന്നത്. നമുക്ക് ദൈവം നൽകുന്ന ആ വിലയിൽ ആശ്വസിക്കാം. വിശുദ്ധ അൽഫോൻസസ് മരിയ ലിഗോറി പറയുന്നുണ്ട്, ഹി ഹു ഡിസൈർസ് ഗോഡ് എലോൺ ഈസ് റിച്ച് ആൻഡ് ഈസ് ഓൾസോ ഹാപ്പി. ദൈവത്തെ മാത്രം ആഗ്രഹിക്കുന്ന, ദൈവത്തെ മാത്രം അന്വേഷിക്കുന്ന ഒരു വ്യക്തി ധനികനാണ്, സന്തോഷവാനാണ്. നമുക്കും ദൈവത്തെ മാത്രം തേടിക്കൊണ്ട്, ദൈവം നമുക്ക് നൽകുന്ന വില മാത്രം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം. അതിനുവേണ്ടി ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈ ദിവ്യബലിയിൽ.